അടുത്തത് integration using trigonometric identities. Trigonometric integration using trigonometric identities. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ കാണുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഏതൊക്കെ ഐഡൻറ്റിറ്റി എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈൻ 2x സൈൻ cos 3x into sin 2x. ഇതിന് ഇൻ്റഗ്രൽ എങ്ങനെ കാണാം? ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു ആണ്. പ്ലസ് ആണെങ്കിൽ സുഖമായിരുന്നു, ഇൻറ്റു ആയപ്പോഴാണ് പ്രയാസമായത്. അപ്പോൾ ഈ കേസ് വരുന്നതൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യാം. ഏതൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഈ കേസ് വരുന്നത്? ഇപ്പോൾ സൈൻ എക്സ് കോസ് വൈ എന്ന് വരികയാണെങ്കിൽ ഹാഫ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ആ രണ്ടും കട്ട് ചെയ്താൽ 2 സൈൻ എക്സ് കോസ് വൈ. ആ 2 കട്ട് ചെയ്ത് സൈൻ എക്സ് കോസ് വൈ. അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടും. കോസ് എക്സ് കോസ് വൈ. അപ്പോൾ സൈൻ എക്സ് സൈൻ വൈ നെഗറ്റീവ്, ഒരു നെഗറ്റീവ് പുറത്തുണ്ടാവും. അതായത് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ കട്ട് ചെയ്യും. മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഉണ്ടാവും. ഇവിടെ ആ പ്ലസിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്പിൾ ആവും. മൈനസ് സൈൻ എക്സ് സൈൻ മൈനസ് 2 സൈൻ എക്സ് സൈൻ വൈ ഉണ്ടാവും. ആ മൈനസും ഈ പുറമുള്ള മൈനസ് കൂടിയും കാണിട്ട് പ്ലസ് ആവും. ആ 2 ക്യാൻസൽ ആവും. അപ്പോൾ ഈ ഒരു മോഡലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ, ഈ മോഡൽ വരുന്ന ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൽപ്പെട്ട ഒരു എക്സാമ്പിളാണ് ഇത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ മോഡൽ വരുന്നതൊക്കെ ഈ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോസ് 3x സൈൻ 2x, ഇപ്പോൾ കോസ് എക്സ് സൈൻ വൈ മോഡൽ, കോസ് എക്സ് സൈൻ വൈ മോഡൽ ഹാഫ് ഇൻറ്റു സൈൻ ഓഫ്, ഒരു എക്സാമ്പിളാണ് ചെയ്യുന്നത്, ഇതിന് ആൻസറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പൊക്കെ ഇങ്ങനെ ചെയ്യാം. ഹാഫ് ഇൻറ്റു ഇതാണ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത്. കുറേ ഐഡൻറ്റിറ്റികൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസുകളുണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ 3x 2x 5x മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് വൈ 3x മൈനസ് 2x x dx. ഹാഫ് പുറത്തെടുത്തു. സൈൻ 5x മൈനസ് സൈൻ എക്സ്
dx half into sin 5x in integral minus cos 5x by 5 minus sin x in integral minus cos x അപ്പോൾ പ്ലസ് കോസ് എക്സ് പ്ലസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ വേണമെങ്കിൽ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൈനസ് കോസ് 5x by 10 പ്ലസ് കോസ് എക്സ് ബൈ 2 പ്ലസ് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ എങ്ങനെ ചെയ്യാം. ഇനി അടുത്തത് കോസ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ചോദിക്കുകയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. സൈൻ സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കോസ് സ്ക്വയർ എക്സ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. വൺ ബൈ ടു പുറത്തെടുത്തു. വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എക്സ് കോസ് 2x ഇൻ്റഗ്രൽ സൈൻ 2x by 2 പ്ലസ്, അതായത് വേണേൽ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ബൈ 2 മൈനസ് സൈൻ 2x by 4 പ്ലസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ ഈ ഇത്രയും ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. integral sin 3x into cos 4x dx. Okay, sin 3x into cos 4x dx. അപ്പോൾ അതിൻ്റെ ആൻസർ സൈൻ എക്സ് കോസ് വൈ വരുമ്പോൾ ഫസ്റ്റത്തത് ഹാഫ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ 7x പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ സൈൻ മൈനസ് എക്സ് ഡി എക്സ് ഹാഫ് ഇൻറ്റു integral sin 7x sin of minus x minus sin x dx half into sin 7x in integral minus cos 7x by 7 sin x in integral minus cos x plus minus cos 7x by 14 plus cos x by 2 plus question clear ആയി എന്ന് വിചാരിക്കുന്നു.
cos 2x integral cos 2x cos 4x cos 6x dx. ഇപ്പോൾ 3 ഉണ്ട്, അവിടെ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആദ്യം ചെയ്യാം, എന്നിട്ട് മൂന്നാമതായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ആദ്യം വലുതും ചെറുതും എടുക്കുക, അപ്പോൾ ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. cos 6x അല്ല ഏതെടുത്താലും മതി കേട്ടോ. അല്ല ഇത് രണ്ടും തമ്മിൽ ചെയ്യാം, അങ്ങനെ മതി, മാറ്റേണ്ട ആവശ്യമുണ്ട്. cos x cos y മോഡൽ ഇതിന് മാത്രം കേട്ടോ. ഹാഫ് ഇൻറ്റു cos 6x cos of x plus y plus cos of x minus y cos minus 2x into cos 6x dx. Half into cos 6x cos negative theta cos theta cos 6x dx. ഹാഫ് ഇൻറ്റു ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. cos സ്ക്വയർ 6x cos 6x cos 2x dx. വീണ്ടും ഇതിനെ ഈ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. വീണ്ടും അതിന് ഈ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ 6x. ഇത് കോസ് സ്ക്വയർ എക്സിൻ്റെ ഇക്വേഷനാണ്. കോസിൻ്റെ സ്ക്വയറും സൈൻ്റെ സ്ക്വയർ ഏത് ആംഗിളിൽ വന്നാലും ഈ ഒരു ഐഡിയ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കോസ് സ്ക്വയർ 6x ആകുമ്പോൾ എങ്ങനെ എഴുതണം? ഇവിടെ സ്ഥലമില്ല, അപ്പോൾ ഞാനിത് മായ്ച്ച് എഴുതുന്നു. ഈ ഐഡൻറ്റിറ്റി മനസ്സിലുണ്ടാവണം കേട്ടോ. ഹാഫ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് 1 പ്ലസ് കോസ് 2x ബൈ 2. അപ്പോൾ കോസ് സ്ക്വയർ 6x 1 പ്ലസ് കോസ് 12x ബൈ 2 പ്ലസ് കോസ് എക്സ് കോസ് y ഹാഫ് ഇൻറ്റു cos of x plus y 8x plus cos of x minus y 4x dx. Half into ഇതിന് രണ്ടിലും 1/2 ഉണ്ട്, അത് രണ്ടും പുറത്തെടുത്തു. ബാക്കി 1 പ്ലസ് cos 12x cos 8x cos 4x dx. 1/4 x sin 12x by 10 sin 8x by 8 sin 4x by 4 plus 1/4 കൊണ്ട് ഉള്ളിലോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ sin cube x into cos square x dx. നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തുണ്ടാക്കുക.
ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. നേരത്തെ ഐഡൻറ്റിറ്റി ഒന്നല്ല കേട്ടോ. മറ്റേ കോസ് സ്ക്വയർ എക്സ് മാത്രം വരികയാണെങ്കിലും സൈൻ സ്ക്വയർ എക്സും അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ മോഡൽ വരികയാണ് ചെയ്യുക. ഇത് പക്ഷേ ഇവിടെ ഒരു സൈൻ ക്യൂബ് ഉണ്ട്. ഇത് ചെയ്യുന്നു നോക്കുക. ഇത് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. തെറ്റുണ്ടോ? ഇല്ല. ഒരു സൈൻ എക്സ് മാറ്റി വെച്ചു. സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഈ സ്റ്റെപ്പിൽ നിന്ന് സൈൻ എക്സ് മാറ്റി വെച്ചു. പിന്നെ സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഇനി കോസ് സ്ക്വയർ എക്സിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് റൈസ് ടു 4x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. കോസ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സിന് ഡി ടി എന്നെടുക്കാം. അതിൽ നിന്ന് സൈൻ എക്സ് ഡി എക്സ് മൈനസ് ഡി ടി എന്ന് കിട്ടും. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ടി സ്ക്വയർ ആവും. ഇത് ടി റേസ്റ്റ് 4 ആവും. ഓക്കെ, സൈൻ എക്സ് ഡി എക്സിന് മൈനസ് ഡി ടി എന്നാവും. ഇത് സാധാ പോളിനോമിയലിൻ്റെ ഐഡിയ വെച്ചിട്ട് അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടി റേസ്റ്റ് 4 ഇൻ്റഗ്രൽ ടി റേസ്റ്റ് 5/5. ടി കോസ് എക്സ്. മനസ്സിലായി എന്ന് വിചാരിക്കും. കോസ് എക്സ് ഓൾ റൈസ് ടു 5/5 ഓക്കെ. കോസ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ്റഗ്രൽ സൈൻ 4x ഇൻറ്റു സൈൻ 8x ഡി എക്സ്. സൈൻ എക്സ് സൈൻ വൈ മോഡൽ. ഓക്കെ, half into minus half into cos of x plus y minus cos of x minus y. Minus 1/2 into cos 12x minus cos 4x. Cos 12x in integral minus 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഉള്ളിലോട്ട്. 1/8 sin 4x minus 1/24 sin 12x plus. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
integral 1 minus cos x by 1 plus cos x. One minus cos x in 2 sin square x by 2 നും 1 plus cos x in 2 cos square x by 2 എഴുതണം. ടു sin square x by 2 by 2 cos square x by 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ tan square x by 2. tan square x by 2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ tan square x by 2 എന്ന് പറയുന്നത് 6 square x by 2 minus 1 ആണ്. അപ്പോൾ 1 plus tan square തീറ്റ എന്നാൽ 6 square തീറ്റ. കാരണം ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയില്ല, ഡി എക്സ് ആണ് കേട്ടോ. സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം, ടാൻ എക്സ്. അപ്പോൾ 6 square x by 2 tan x by 2 by 1 by 2 മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2 മുകളിലേതും 2 tan x by 2 minus x plus. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, integral cos x by 1 plus cos x. നമ്മളിവിടെ കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യണം. ഓക്കെ, കുറേ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? കോസ് എക്സിനെ കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതെങ്ങനെ? കോസ് 2xന് കോസ് 2x നമുക്ക് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. കോസ് 2xന് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാമല്ലോ. അതേപോലെ കോസ് എക്സിന് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. അതൊരു രീതിയിൽ അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ വേറെ എങ്ങനെയെങ്കിലും നടക്കും. വേറെ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 1 പ്ലസ് കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് 1 പ്ലസ് സൈൻ എക്സ് 1 മൈനസ് സൈൻ എക്സ് എന്നൊക്കെ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ 1 പ്ലസ് വരികയാണെങ്കിൽ 1 മൈനസ് എടുത്തുകൊണ്ട് അതിന് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 1 മൈനസ് കോസ് എക്സ് ആണ് അടിയിൽ വരുന്നതെങ്കിൽ 1 പ്ലസ് കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ
ഇപ്പോൾ ഇതെന്ത് വരും? കോസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഡി എക്സ് എന്നുണ്ടോ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്താൽ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതിന് വൺ ബൈ സൈൻ എക്സിന് കൊസീക്ക് എക്സും കോസ് എക്സ് ബൈ സൈൻ എക്സിന് കോട്ട് എക്സും എഴുതാം. കാരണം ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെ കോട്ട് സ്ക്വയർ എക്സും എഴുതാം. കോട്ട് സ്ക്വയർ എക്സിന് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എഴുതാം. കാരണം ഇതിൻ്റെ ഇൻ്റഗ്രൽ ഡയറക്റ്റ് അറിയില്ല, പക്ഷെ അതൊരു ഐഡൻറ്റിറ്റി അറിയാം. കോട്ട് സ്ക്വയർ എക്സ് എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് കൊസീക്ക് സ്ക്വയർ എക്സ്. അതിൽ നിന്ന് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം. മൾട്ടിപ്ലൈ ചെയ്താൽ കൊസീക്ക് സ്ക്വയർ എക്സ് പ്ലസ് 1 കൊസീക്ക് എക്സ് കോട്ട് എക്സിന് ഇൻ്റഗ്രൽ മൈനസ് കൊസീക്ക് എക്സ്. കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് പ്ലസ് കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. കണ്ടോ? കൊസീക്ക് സ്ക്വയർ. അപ്പോൾ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോട്ട് എക്സ്. ഇതാണ് അതിൻ്റെ ഇൻ്റഗ്രൽ വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇതിൻ്റെ ആൻസർ വേറെ ഒരു ആൻസറിലേക്ക് എത്തുട്ടോ. ചിലപ്പോൾ ടെസ്റ്റിലേക്ക് അതാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് മൈനസ് കോസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ് പ്ലസ് എക്സ് പ്ലസ് ഇങ്ങനെയല്ല കിട്ടിയെന്ന് ഇതന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ എഴുതിയത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷേ ടെസ്റ്റിൽ ചിലപ്പോൾ വേറെ ആൻസർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ചെയ്യുന്നത് ടെസ്റ്റിൽ ആൻസർ നിങ്ങൾ നോക്കുമ്പോൾ വേറൊന്നും, NCERT എക്സസൈസിലെ ക്വസ്റ്റ്യനാണ്. ബാക്കിൽ ആൻസർ നോക്കുമ്പോൾ വേറൊന്നും, സാറ് ചെയ്ത് നോക്കുമ്പോൾ വേറൊന്നും. പക്ഷെ രണ്ടും കറക്റ്റായിരിക്കും കിട്ടും. ഒന്നിൽ നിന്ന് മറ്റേലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റിനെ തെറ്റാന്ന് പറയരുത്, നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കണം ആദ്യം വേറെ ഐഡിയ വെച്ചിട്ട്. കാരണം ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ ഇത് വെച്ചിട്ട് ഇൻ്റഗ്രൽ കാണുമ്പോൾ വെവ്വേറെ ആൻസേഴ്സ് കിട്ടാം. പക്ഷെ ഒന്നിൽ നിന്ന് മറ്റേലേക്ക് എത്തിക്കാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് വേറെ ഏത് ആൻസറിലേക്ക് മാറ്റാം? കൊസീക്ക് എക്സ് പറഞ്ഞാൽ മൈനസ് 1 ബൈ സൈൻ എക്സ്. കോട്ട് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ്. ബേസ് സൈൻ എക്സ് കോസ് എക്സ് മൈനസ് 1. നെഗറ്റീവ് പുറത്തെടുത്താൽ മൈനസ് 1 മൈനസ് കോസ് എക്സ് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ എക്സ് പറഞ്ഞാൽ 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 നേരം. അതായത് 1 മൈനസ് കോസ് എക്സിന്
2 sin square x by 2 എന്ന് എഴുതാം. sin എക്സിനെ sin 2xനെ 2 sin x cos x എന്ന് എഴുതുന്നത് പോലെ sin എക്സിനെ 2 sin x by 2 cos x by 2 എന്ന് എഴുതാം. അപ്പോൾ പ്ലസ് എക്സ് പ്ലസ് 2 ക്യാൻസൽ, ഒരു സൈൻ എക്സ് ബൈ ടു ഒരു സൈൻ എക്സ് ബൈ ടു ക്യാൻസൽ. അപ്പം മൈനസ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു പ്ലസ് എക്സ് പ്ലസ് സി. അപ്പോൾ എക്സ് മൈനസ് ടാൻ എക്സ് ബൈ ടു പ്ലസ് സി, ഇങ്ങനെ ആൻസർ ഉണ്ടാവാം. സൈൻ എക്സ് ബൈ ടു മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു ടാൻ എക്സ് ബൈ ടു. നെഗറ്റീവുള്ള ഫസ്റ്റ് പോസിറ്റീവുള്ള. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഒരു ആൻസർ ഉണ്ടാവാം. ഇതും ശരിയാണ്, ഇത് എഴുതിയാലും മാർക്കാണ്, ഇത് എഴുതിയാലും മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഏത് ആൻസർ വരെ. കാരണം എന്താ, അപ്പോൾ ഒരു ആൻസറിൽ നിന്ന് വേറെ ഏതെങ്കിലും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ അടുത്ത ആൻസറിലേക്ക് എത്തും. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ഇൻ്റഗ്രൽ സൈൻ റൈസ് ടു 4x dx. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? സൈൻ സ്ക്വയർ എക്സ് വരുമ്പോൾ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? അതേപോലെ സൈൻ്റെ കോസിൻ്റെ പവർ ഈവൺ വരികയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും അപ്ലൈ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, സൈൻ്റെ പവർ ഈവൺ വരികയാണെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് ഓൾ റൈസ് ടു ആക്കിയിട്ട് എഴുതാം. കോസിൻ്റെ പവർ ഈവൺ വരികയാണെങ്കിൽ കോസ് സ്ക്വയർ എക്സ് ഓൾ റൈസ് ടു ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് കോസ് 2x ബൈ 2 ഇത് 1 പ്ലസ് കോസ് 2x ബൈ 2 ആയിട്ട്. റെഡി അല്ലേ? പിന്നെ പവർ എടുത്തിട്ട് വീണ്ടും ആ ഒരു ഐഡിയയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. നോക്കാം. ഇതിന് സൈൻ സ്ക്വയർ എക്സ് ഓൾ സ്ക്വയർ ഡി എക്സ് എന്ന്. സൈൻ സ്ക്വയർ എക്സിന് 1 മൈനസ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ 1 മൈനസ് 2 സ്ക്വയർ 4 ഡി എക്സ്. One minus 2 cos 2x. വീണ്ടും സ്ക്വയർ. ഞാൻ പറഞ്ഞു സൈനും കോസിനും ഏത് ആംഗിൾ സ്ക്വയർ വന്നാൽ ഈ ഐഡിയ വെച്ച് ചെയ്യാം. ഇനി എന്ത് ഈവൺ പവർ വരികയാണെങ്കിലും സ്ക്വയറിൻ്റെ പവർ ആക്കിയിട്ട് ചെയ്താൽ കോസ് സ്ക്വയർ 2x പറഞ്ഞാൽ 1 പ്ലസ് കോസ് 4x ബൈ 2 എന്ന് എഴുതാം. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെ പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് 2xൻ്റെ ഇൻ്റഗ്രൽ 1/2x. അപ്പോൾ 1/4 x plus x/2 3x/2 minus sin 2x
സൈൻ 4x/8 പ്ലസ് ഇങ്ങനെയാണ് വരിക. 1/4 ഇൻറ്റു 3x/2 മൈനസ് സൈൻ 2x പ്ലസ് സൈൻ 4x/8 പ്ലസ്. ഇതാണ് ആൻസർ വരിക. വേണമെങ്കിൽ 1/4 കൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3x/8 ഇത് ആൻസർ വരും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഇതാണ് വരിക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സൈൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇതിപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 1 പ്ലസ് കോസ് എക്സിന് 2 കോസ് സ്ക്വയർ x/2 എന്ന് കൊടുക്കാം. ഇപ്പോൾ സൈൻ എക്സ് സ്ക്വയർ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. 1 പ്ലസ് കോസ് എക്സിന് 2 കോസ് സ്ക്വയർ x/2. സൈൻ എക്സിന് നമുക്ക് നേരത്തെ പറഞ്ഞു 2 സൈൻ x/2 കോസ് x/2. ഇതൊക്കെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റിയാണ്. അത് കൊടുക്കുക. എന്നാലാണ് ഇവിടെ കോസ് x/2 എന്നാ കട്ടായി പോവുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇതെന്തായി മാറും? 2 സൈൻ x/2നെ കോസ് x/2 സൈൻ x/2 സൈൻ എക്സിന് 2 സൈൻ x/2 കോസ് x/2 എന്ന് എഴുതും. അടുത്ത സൈൻ എക്സിനെ 2 സൈൻ x/2 കോസ് x/2 എന്ന് എഴുതും. എന്തുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചാൽ 1 പ്ലസ് കോസ് എക്സിന് ഇതും മറ്റേനും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ x/2 കട്ടായി പോകും. ഓക്കെ, ഒരു 2ഉം കട്ടായി. കോസ് x/2 ഇൻറ്റു കോസ് x/2 കോസ് സ്ക്വയർ x/2 അതും ഒരു കോസ് സ്ക്വയർ x/2 കട്ടായി പോയി. ഓക്കെ, ബാക്കി ഇൻ്റഗ്രൽ 2 സൈൻ സ്ക്വയർ x/2 എന്നായി. അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ തന്നെ ഇതേപോലെ നേരത്തെ പഠിച്ചു തന്നെ. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ x/2 എന്നാണ്. ഇത് കുറച്ച് ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഒരു 1 പ്ലസ് കോസ് 2x 1 മൈനസ് കോസ് 2x 1 പ്ലസ് കോസ് എക്സ് 1 മൈനസ് കോസ് എക്സ് അതൊക്കെ തറവാണ് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഏത് ആംഗിൾ വന്നാലും പഠിക്കണം. 2 സൈൻ സ്ക്വയർ x/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് എക്സ് ഡി എക്സ്. പിന്നെ ഇൻ്റഗ്രൽ കാണാൻ വളരെ ഈസിയാണ്. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
integral cos 2x minus cos 2 alpha by cos x minus cos alpha dx. Cos 2x minus cos 2 alpha by cos x minus cos alpha dx. അപ്പോൾ നമ്മൾ കോസ് സി മൈനസ് കോസ് ഡി ഇക്വേഷനും രണ്ടിൽ കോസ് സി മൈനസ് കോസ് ഡിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കോസ് സി മൈനസ് കോസ് ഡി എന്താ? കോസ് ടി സി മൈനസ് കോസ് ഡി മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ ഇവിടെ മൈനസ് 2 സൈൻ 2x പ്ലസ് 2 2 പുറത്തെടുത്ത് കട്ട് ചെയ്താൽ ഇതിൻ്റെ പകുതി ആംഗിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സൈൻ 2xന് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതുന്നത് പോലെ സൈൻ എക്സ് പ്ലസ് ആൽഫക്ക് 2 സൈൻ എക്സ് പ്ലസ് ആൽഫ ബൈ 2 സൈൻ എക്സ് മൈനസ് ആൽഫക്ക് ഇങ്ങനെ എഴുതാം. എന്താണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്? സൈൻ 2xന് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ആ ഒരു ഐഡിയ ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇത് സൈൻ എക്സ് പ്ലസ് ആൽഫക്ക് ടു ഇവിടെ എഴുതാം. സൈൻ എക്സ് മൈനസ് ആൽഫക്ക് ഇത് ക്യാൻസലായി, ഇതും ക്യാൻസലായി. ബാക്കി ടു ഇൻറ്റു 2 4 കോസ് എക്സ് പ്ലസ് ആൽഫ ബൈ 2 കോസ് എക്സ് മൈനസ് ആൽഫ ബൈ 2. ഇതിപ്പോൾ കോസ് എക്സ് കോസ് വൈ മോഡലാണ്. കോസ് എക്സ് കോസ് വൈ എന്ന് പറഞ്ഞാൽ ഹാഫ്
cos x plus y plus cos x minus y. അപ്പോൾ 4 cos x cos y half cos ഇത് പ്ലസ് ഇത് ബൈ ഇത് പ്ലസ് ഇത് ആൽഫ ബൈ ടു ആൽഫ ബൈ ടു ക്യാൻസൽ എക്സ് എന്ന് വരും. ഇത് മൈനസ് ഇത് കോസ് ആൽഫ എന്ന് വരും. ആൽഫ കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് കോസ് ആൽഫ ഡി എക്സ് 2 ഇൻറ്റു കോസ് എക്സിൻ്റെ സൈൻ എക്സ് പ്ലസ് കോസ് ആൽഫ കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്താൽ ബാക്കി ഡി എക്സിൻ്റെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 സൈൻ എക്സ് 2x കോസ് ആൽഫ 2 സൈൻ എക്സ് പ്ലസ് 2x കോസ് ആൽഫ ആണ് നിങ്ങൾക്ക് 2 സൈൻ എക്സ് പ്ലസ് 2x കോസ് ആൽഫ പ്ലസ് സി ആണ് ആൻസർ കിട്ടും. റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഓരോരോ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്ത്, കാരണം തന്ന ട്രിഗണോമെട്രി വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. cos x ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഐഡിയ 1 പ്ലസ് സൈൻ 2x എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് ഓൾ സ്ക്വയറിന് എഴുതാം. കാരണം അത് സ്ക്വയർ ചെയ്താൽ ഇതാണ് കിട്ടുക. ഇത് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്വയർ ചെയ്ത് നോക്കും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ് സൈൻ 2x. ക്ലിയർ ആയില്ലേ? അപ്പം നമുക്കിതിനെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് അതിൻ്റെ ഡെറിവേറ്റീവ് ആണിത്. സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ഡി എക്സിന് ഡി ടി എന്ന് എഴുതാം. ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ടി റേസ് ടു മൈനസ് 2 ഡി ടി അല്ലെ ഒറ്റയടിക്ക് എഴുതാട്ടോ. മൈനസ് 1/t പ്ലസ് അപ്പം മൈനസ്
ടി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ -1 സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. tan cube 2x into sec 2x dx. അപ്പം ടാൻ ക്യൂബ് 2x-ന് ടാൻ സ്ക്വയർ 2x ഇൻറ്റു ടാൻ 2x സീക്ക് 2x dx എഴുതാം. ടാൻ സ്ക്വയർ 2x-ന് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ, ഒരു ഐഡൻറ്റിറ്റി. അതിൽ നിന്ന് സി സ്ക്വയർ 2x - 1 എഴുതി. ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സി സ്ക്വയർ 2x ഉണ്ട് sec 2x tan 2x dx minus tan 2x into sec 2x dx. ഇതിൽ sec 2x-ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec 2x-ന്റെ ഡെറിവേറ്റീവ് sec 2x tan 2x into 2. sec 2x-ന്റെ ഡെറിവേറ്റീവ് sec 2x tan 2x into 2. 2x-ന്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ sec 2x-ന് ടി എന്ന് കൊടുക്കുക. ഇതിലിട്ടോ, ഇതിൽ മാത്രം ഈ ഒരു കൺസിഡറേഷനിലും sec 2x-ന് ടി എന്ന് കൊടുക്കുക. അതിൻ്റെ ഡെറിവേറ്റീവ് ടുവിൻ്റെ ആവശ്യമില്ലാതെ റൈറ്റ് സൈഡ് പോവാം. dt/2 വേണമെങ്കിൽ ഇതിലും കൊടുക്കാം കേട്ടോ, ഇവിടെ ഇൻ്റഗ്രേറ്റില്ല. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ നേരിട്ട് അറിയുകയാണെങ്കിൽ sec x tan x-ൻ്റെ ഇൻ്റഗ്രൽ sec x ആണ്. ആ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം. വേണമെങ്കിൽ രണ്ടിലും ടി എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. രണ്ട് ടീൻ്റെ ടൈമിൽ അങ്ങ് എഴുതിയാൽ മതി. ഇപ്പോൾ sec 2x-ന് ടി എന്ന് കൊടുത്താൽ ഇത് ടി സ്ക്വയർ ആയി. sec 2x dx tan 2x dx-ന് dt/2 എന്നായി. sec 2x tan 2x dx-ന് dt/2 എന്നായി. അപ്പോൾ 1/2 പുറത്തെടുത്താൽ ടി സ്ക്വയർ -1 dt എന്നായി. അത് ഇവിടെ തന്നെ sec 2x-ന് ടി എന്ന് കൊടുക്കാം കേട്ടോ. ഇത് dt/2. അപ്പോൾ നേരിട്ട് ഇതിലേക്ക് കിട്ടും. ഞാൻ രണ്ടെണ്ണം സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതിയിട്ട് കൊടുത്തു എന്നുള്ളൂ. എങ്ങനെ ചെയ്യാം? ടി സ്ക്വയർ ഇൻ്റഗ്രൽ t³/3 - t
പ്ലസ് സി. ടി എന്ന് പറഞ്ഞാൽ സീക്ക് ടു എക്സ് ആണ്. sec 2x whole cube by 6 minus sec 2x by sec 2x plus c. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റഗ്രൽ tan raised to 4x dx. tan raised to 4xനെ tan square x into tan square x dx എഴുതാം. sec square x minus 1 ഒരു tan square x കൊടുക്കുക. അപ്പോൾ tan square x into sec square x minus tan square x dx എന്ന് പറയും. ഇപ്പോൾ tan എക്സിൻ്റെ ഡെറിവേറ്റീവ് sec square x അത് ഇവിടെ ഉണ്ട്. പിന്നെ tan square x വീണ്ടും sec square x minus 1 എന്ന് എഴുതാം. tan square x into sec square x minus മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sec square x plus 1 dx. tan x ഇതിൽ ടി എന്ന് കൊടുത്താൽ ഇതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ ഇന്റഗ്രൽ. tan എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ ഡി എക്സിന് ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ടി സ്ക്വയർ ഡി ടി. ഇതിൻ്റെ ഇൻ്റഗ്രൽ sec സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ നേരിട്ട് എഴുതാം. sec സ്ക്വയർ എക്സിൻ്റെ tan എക്സ് ഡി എക്സിൻ്റെ എക്സ് പ്ലസ് സി. ടി സ്ക്വയറിൻ്റെ ടി ക്യൂബ് ബൈ 3. ടി എന്ന് പറഞ്ഞാൽ tan എക്സ് ആണ്. tan എക്സ് ഓൾ ക്യൂബ് ബൈ 3 tan എക്സ് പ്ലസ് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ. tan x whole cube by 3 minus tan x plus x plus. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്.
നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറേ ഐഡൻറ്റിറ്റി എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. Sin cube x, cos cube x, sin square x, cos square x dx. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ സൈൻ സ്ക്വയറും സൈൻ ക്യൂബും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ക്യാൻസൽ ചെയ്താൽ ഇതടുത്തത് ഇതിനെ നമുക്ക് സീക്ക് എക്സ് ടാൻ എക്സ് എന്നുള്ള മോഡലിലേക്ക് മാറ്റാം. 1/cos x sec x, sin x by cos x tan x, sec x tan x. Cosec x, 1/sin x cosec x, cot x, sec x tan x integral sec x, cosec x cot x integral minus cosec x. സിമ്പിൾ ആയിട്ട് കിട്ടി. പ്ലസ് അപ്പോൾ sec x മൈനസ് cosec x പ്ലസ് എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. cos 2x 2 sin square x by cos square x dx. നമുക്ക് cos 2xന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്നാൽ ക്യാൻസൽ ആയി പോയിക്കോളും. ഞാൻ ഇവിടെ യൂസ് ചെയ്തു cos 2xന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ടു സൈൻ സ്ക്വയർ എക്സും മൈനസ് 2 സൈൻ സ്ക്വയർ എക്സും ക്യാൻസലായി. ബാക്കി ഇത് വന്നു. tan x plus tan x plus എന്നുള്ള ആൻസർ വന്നു.
ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ. വൺ ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് ക്യൂബ് എക്സ്. നമുക്ക് സൈൻ എക്സ് കോസ് ക്യൂബ് എക്സ് ഉണ്ട്. മുകളിൽ 1 പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന്. ഇനി ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. ഇനി ഒരു സൈൻ എക്സ് കട്ട് ചെയ്താൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് കട്ട് ചെയ്താൽ കോസ് എക്സ് കട്ട് ചെയ്താൽ ഇവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സിന് ടാൻ എക്സും പിന്നെ ബാക്കി ഇവിടെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഉണ്ടാവും. അതിന് സീക്ക് സ്ക്വയർ എക്സ് എഴുതി. ഇനി ഇവിടെ ഞാൻ ചെയ്യുന്ന നോക്ക്, ഒരു സൈൻ എക്സിനെ ഞാൻ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് ടാൻ എക്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറുതെ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കോസ് എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? സൈൻ എക്സ് തന്നെ ആയി. പിന്നെ ബാക്കി ഇവിടെ ഒരു കോസ് എക്സ് ഉണ്ട്. സെക്കൻഡ് ടേം കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. ഒരു കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വെറുതെ ഞാൻ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു കോസ് എക്സ് കൂടി ഉണ്ട്. ടാൻ എക്സ് എന്ന് കിട്ടാനാണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. അപ്പോൾ 1 ബൈ ടാൻ എക്സ്. ഇത് കോസ് സ്ക്വയർ എക്സ് ആണ്. അത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ടാൻ എക്സിന് ടി എന്ന് കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് കൂടെ ഉണ്ട്. ടാൻ എക്സിന് ടി എന്ന് കൊടുക്കാം. അപ്പം അതിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ഡി എക്സ് ഡി ടി എന്നാവും. അപ്പോൾ ടി ഡി ടി ഡി ടി ബൈ ടി, ഇത് ടി സ്ക്വയർ ബൈ 2. 1 ബൈ ടീൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി പ്ലസ് ടി ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി എന്ന് കിട്ടും.
ക്ലിയർ ആയി എന്ന് വിചാരിക്കും.